നമസ്കാരം. ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. നിങ്ങൾ പങ്കുവച്ച വിവരങ്ങൾ വെച്ചുള്ള നമ്മുടെ ഇന്നത്തെ ചർച്ചയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ നോക്കുന്നത് ടെക് ലോകത്തെ തൊഴിലവസരങ്ങളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI, എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നാണ്. പ്രത്യേകിച്ച് പുതിയ ബിരുദധാരികൾക്ക് അവർക്ക് ടെക് രംഗത്തേക്ക് വരാനുള്ള വഴികൾക്ക് എന്തു മാറ്റം വന്നു, AIയുടെ പങ്ക് എന്താണ്, ഇതൊക്കെ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ആദ്യം തന്നെ കാണുന്നൊരു കാര്യം ടെക് കമ്പനികളിലെ ഫ്രഷർ ഹയറിംഗ് അത് കുറയുന്നു എന്നതാണ്. എന്താണതിന്റെ കണക്കുകൾ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. സിഗ്നൽ ഫയറിന്റെ ഡേറ്റ അനുസരിച്ച് വലിയ ടെക് കമ്പനികളിലെ എൻട്രി ലെവൽ നിയമനങ്ങൾ, അതായത് ഈ കോളേജ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്കുള്ള ജോലികൾ, അത് 2019 ശേഷം 50% കൂടുതൽ കുറഞ്ഞിട്ടുണ്ട്. 50%? അതെ. ടെക്ക്രഞ്ച് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പണ്ടൊരു 15% പുതിയ ബിരുദധാരികളായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വെറും 7% ആയിട്ടുള്ളൂ. അത് വലിയൊരു കുറവ് തന്നെയാണല്ലേ? തീർച്ചയായും. എന്താവാം ഇതിനൊരു കാരണം? നിങ്ങൾ ഈ തന്ന വിവരങ്ങളിൽ പറയുന്നത് AI ആണെന്നാണ്. അതെത്രത്തോളം ശരിയാണ്? അതെ, ശരിക്കും പറഞ്ഞാൽ AIയുടെ വളർച്ച തന്നെയാണ് ഇതിന് പിന്നിലെ ഒരു പ്രധാന ഘടകം. ലിങ്ക്ഡിന്നിലെ അനീഷ് രാമൻ പറയുന്നൊരു കാര്യമുണ്ട്. പണ്ട് ഈ പുതിയതായി വരുന്നവർ ചെയ്തിരുന്ന പല അടിസ്ഥാന ജോലികളും, എന്താ പറയാ, ഡേറ്റ എൻട്രി, ചെറിയ കോഡിംഗ് ജോലികൾ, റിപ്പോർട്ടുണ്ടാക്കൽ, ഇതൊക്കെ ഇപ്പോൾ AI ടൂളുകൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓ, അപ്പോ ആ ഒരു എൻട്രി പോയിന്റ്. അതെ, ആ ഒരു പരമ്പരാഗത ആദ്യപടി അവിടെ ഇല്ലാതാവുകയാണ്. അപ്പോൾ പുതിയ പ്രൊഫഷണൽസിന് കരിയർ തുടങ്ങാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാവുന്നുണ്ട്. ടെക് നേതാക്കൾ തന്നെ ഇത് ഒരു രീതിയിൽ സമ്മതിക്കുന്നുണ്ട്, അല്ലേ? മാർക്ക് സക്കർബർഗ് പറഞ്ഞ കാര്യം ശ്രദ്ധേയമാണ്. തീർച്ചയായും. സക്കർബർഗ് പറയുന്നത് മെറ്റായിലെ AI സിസ്റ്റംസ് അത് ഒരു മിഡ് ലെവൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ അത്രയും കഴിവ് നേടിക്കഴിഞ്ഞു എന്നാണ്. അത്രയ്ക്കും? അതെ. മെറ്റയുടെ ലാമ പോലുള്ള ലാംഗ്വേജ് മോഡലുകൾക്ക് അത്യാവശ്യം കോംപ്ലക്സ് ആയ കോഡിംഗ് വരെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്ത 1-2 വർഷത്തിനുള്ളിൽ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകളുടെ കോഡിംഗിൽ ഭൂരിഭാഗവും AI ചെയ്യുമെന്നാണ് അദ്ദേഹം കരുതുന്നത് പോലും. ഗൂഗിളിലും മൈക്രോസോഫ്റ്റിലുമൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഉണ്ടുണ്ട്. ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ പറയുന്നത് അവരുടെ പുതിയ കോഡിന്റെ ഒരു 30% AI ടൂൾസാണ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഴുതുന്നത് എന്നാണ്. ഓഹോ. മൈക്രോസോഫ്റ്റില് സത്യ നാദല്ലയും ഏകദേശം ഇതേ കണക്ക് ഒരു 30% പറയുന്നുണ്ട്. ചില ഇന്റേണൽ സോഫ്റ്റ്വെയർ പ്രോജക്റ്റുകൾ മൊത്തത്തിൽ AI ആണ് ഉണ്ടാക്കുന്നത് എന്നും കേൾക്കുന്നു. മനുഷ്യരുടെ ഇടപെടൽ വളരെ കുറവ്. അപ്പോ ചില ജോലികളിൽ കുറവ് വരുന്നുണ്ട് എന്ന് വ്യക്തം. IBMൽ ഈയിടെ നടന്ന പിരിച്ചുവിടൽ ഇതിന്റെ ഭാഗമാണോ? അതുമായി ബന്ധമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. IBM ഏകദേശം 8000 പേരെ കുറച്ചത് പ്രത്യേകിച്ച് HR പോലുള്ള ബാക്ക് ഓഫീസ് ജോലികളിൽ AI കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ തുടങ്ങിയതിന്റെ ഒരു ഭാഗം കൂടിയാണ്. പക്ഷേ ഇതിന് മറുവശം കൂടി നോക്കണ്ടേ? ടെക് ജോലികൾ മൊത്തത്തിൽ ഇല്ലാതാവുകയാണോ അതോ മാറുന്നേ ഉള്ളോ? അതാണ് കാര്യം. മൊത്തത്തിൽ ടെക് ജോലികൾ കുറയുകയല്ല, ജോലികളുടെ സ്വഭാവം മാറുന്നു. പിന്നെ അത് മറ്റ് ഇൻഡസ്ട്രികളിലേക്ക് വ്യാപിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. മറ്റ് ഇൻഡസ്ട്രികളിലേക്കോ? അതെ. ഹെൽത്ത് കെയർ, ബാങ്കിംഗ്, റീറ്റെയിൽ, വിദ്യാഭ്യാസം, ഇവിടെയെല്ലാം ടെക് വിദഗ്ധർക്ക് ഇപ്പോൾ അവസരങ്ങളുണ്ട്. ഒരു റിപ്പോർട്ട് പറയുന്നത് US ടെക് ജോലികളുടെ എണ്ണം ഈ വർഷം 6 മില്യൺ ആണെങ്കിൽ 2034 ആവുമ്പോഴേക്കും അത് 7 മില്യൺ കടക്കുമെന്നാണ്. ഓ, അപ്പോ വളർച്ചയുണ്ട്. പക്ഷെ അത് പഴയ പോലെ ടെക് കമ്പനികളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ശരി. അപ്പോ ഇതിൽ നിന്നൊക്കെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ചൊരു പുതിയ ബിരുദധാരി. പ്രധാനമായിട്ടും ജോലിയുടെ സ്വഭാവം മാറി. AI സംബന്ധമായ കഴിവുകൾക്ക് ഭയങ്കര ഡിമാൻഡാണിപ്പോൾ. വാൾസ്ട്രീറ്റ് ജേണൽ പറഞ്ഞൊരു സർവേ ഉണ്ട്. അതിൽ 87% റിക്രൂട്ടിംഗ് മാനേജർമാരും പറയുന്നത് അവർക്ക് AI അറിയുന്നവരെയാണ് വേണ്ടതെന്നാണ്. 87%? അതെ. 4-1 ടെക് ജോലി പരസ്യങ്ങളിലും ഇപ്പോൾ AI സ്കിൽസ് ചോദിക്കുന്നുണ്ട്. ഡേറ്റ അനാലിസിസ്, മെഷീൻ ലേണിംഗ്, ഈ AI ടൂൾസ് ഉപയോഗിക്കാനുള്ള കഴിവ്, ഇതൊക്കെ നിർബന്ധമായി വരികയാണ്. അപ്പോൾ വെറും ബേസിക് കോഡിംഗ് മാത്രം പഠിച്ചാൽ പോരാ, AI കൂടെ ചേർത്ത് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം, അങ്ങനെയാണോ? കൃത്യമായി. തുടക്കക്കാർക്കുള്ള ആ പഴയ ടൈപ്പ് എൻട്രി ലെവൽ ജോലികൾ കുറഞ്ഞെങ്കിലും AI കാരണം പുതിയ തരം റോളുകൾ വരുന്നുണ്ട്, കൂടുതൽ സങ്കീർണമായവ. ഓ, അതെന്തൊക്കെയാവും? അതായത് AI മോഡലുകളെ ട്രെയിൻ ചെയ്യിക്കാനും അവയുടെ പെർഫോമൻസ് നോക്കാനും അവയുണ്ടാക്കുന്ന കോഡ് വെരിഫൈ ചെയ്യാനും പിന്നെ AI എത്തിക്സ് പോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുമൊക്കെ ആളെ വേണം. അപ്പോൾ പുതിയ സ്കിൽസ് പഠിച്ചേ പറ്റൂ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ച ഈ കാര്യങ്ങൾ ടെക് ലോകത്ത് ജോലികളിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ തന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.
ഈ തുടക്കക്കാർക്കുള്ള വാതിലുകൾ ശരിക്കും അടയുകയാണോ അതോ പുതിയ താക്കോലുകൾ വേണ്ട വാതിലുകൾ തുറക്കുകയാണോ ചെയ്യുന്നത്? ചിന്തിക്കേണ്ട കാര്യമാണല്ലേ? തീർച്ചയായും. ഈ വിഷയത്തിലുള്ള നിങ്ങളുടെ ചിന്തകൾ, അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ആഴത്തിൽ സംസാരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളെ പ്രചോദിപ്പിച്ച അനുഭവങ്ങളും പങ്കുവയ്ക്കാം. ഞങ്ങളുടെ ഇമെയിൽ ID ഇതാണ്: theopenmicpodcasts@gmail.com. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു. അടുത്ത വിഷയവുമായി വീണ്ടും കാണാം.